ഈ നാട് വിട്ട് പോകുന്ന ആൾക്കാർ NRIs ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അതെ. ഇപ്പം നിങ്ങൾ നാട്ടിൽ പാരൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒക്കെ അവർ താമസിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകിൽ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇല്ലെങ്കിൽ അവരുടെ കാലശേഷം ആ വീട് എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ വീടുകളൊക്കെ ഇപ്പോൾ വിൽപ്പനയ്ക്കുക, വീടുകളൊക്കെ ഇഷ്ടംപോലെ വിൽക്കാൻ കിടക്കുക, വാങ്ങാൻ ആളില്ല. കിട്ടുന്ന പൈസയ്ക്ക് വിറ്റിട്ട് ആ കാശ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക ആൾക്കാർ, അല്ലെങ്കിൽ കാശ് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക ആൾക്കാർ. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ ഇപ്പോൾ നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, ഈ എല്ലാവരും കൂടെ വിദേശത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഹൈ ആവുന്നുണ്ട്, ഞങ്ങൾക്ക് അവിടെ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആവുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ ബയേഴ്സിന് നല്ല ടൈമാണ്. മനസ്സിലായി. That's true. ബയേഴ്സിന് നല്ല ടൈമാണ്. കാശുള്ളവൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നല്ല പൈസ ഉണ്ടാക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ, കൂടുമല്ലോ, നാട്ടിലും പോപ്പുലേഷൻ കൂടുമല്ലോ, തിരിച്ചു വരുമല്ലോ. അതെ. That's true. അപ്പോൾ അത് തന്നെയാണ് ഓസ്ട്രേലിയയുടെ മെയിൻ റീസണും. ഈ ഒരു ഓവർ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് റൈറ്റ് ടു ഓസ്ട്രേലിയ, വർക്കിന് വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആൻഡ് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. എല്ലാവർക്കും വീട് വേണം. പ്രോപ്പർട്ടി പ്രൈസ് ഗ്രോത്ത് അത് ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടേയിരിക്കും. സോ അപ്പോൾ അതാണ് രാകേഷിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു, നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ നിങ്ങളുടെ സംരംഭമാണ് കോസ്റ്റ്ലൈൻ അസറ്റ്സ് ആണോ? അതെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലൂടെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ വീട് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ് ദർ ഇസ് ഈ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റ് പഠിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു. ശരി. അപ്പോൾ അങ്ങനെ കുറച്ച് 1-2 കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു $35,000 I invested in multiple 2 to 3 different property courses across Australia. ഓക്കെ. അപ്പോൾ നമുക്ക് കോഴ്സുകളൊക്കെ ഉണ്ടോ? റൈറ്റ്. ശരി. പ്രോപ്പർട്ടി ബൈയിങ്, പ്രോപ്പർട്ടി ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ് ഇൻ ഇറ്റ് സെൽഫ്. ആണോ? റൈറ്റ്. ഓക്കെ. അപ്പോൾ കാരണം ഞാനിത് ഓസ്ട്രേലിയയുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നതോറും അതിന് സുജിത്തിന്റെ ഇൻട്രസ്റ്റ് ഇതിൽ കൂടി വരും. മേ ബി യു മൈറ്റ് ഈവൻ സ്റ്റാർട്ട് ലുക്കിംഗ് ഇൻ ടു ഇൻവെസ്റ്റിംഗ് ഹിയർ. കാരണം $1 million ചോദ്യത്തിന്റെ ബാക്കി അവിടെ കിടക്കുന്നത് അങ്ങോട്ട് എത്താം, നമുക്ക് ആ 10 million അവിടെ എത്തിക്കാം. ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റ് എവറി സിംഗിൾ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. അപ്പോൾ നമുക്ക് ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ 30 വർഷത്തിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ക്ലിയർ ഡാറ്റ നമുക്ക് കിട്ടാം. എത്രയ്ക്ക് വിൽപ്പന നടന്നു, എത്ര ലാൻഡ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ആ പ്രൈസിന് അവിടെ പോയി, പിന്നെ ഓരോ അപ്പോൾ ഈ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് സോഴ്സാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഡാറ്റ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ സ്റ്റാർട്ട് പ്രെഡിക്റ്റിംഗ് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്. പെർത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നു, മെൽബൺ എങ്ങനെ മൂവ് ചെയ്യുന്നു, ബ്രിസ്ബൻ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഒരുപാട് ദർ ആർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ടു ഇറ്റ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ തിങ് അറൗണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടി കോഴ്സസ് പഠിച്ചു. പ്രോപ്പർട്ടി കോഴ്സ് പഠിച്ചതിന് ശേഷം ദെൻ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഓൺ മൈ ഓൺ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു ലൈസൻസ് എടുക്കുന്നത്. സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയതിന് ശേഷം ഒരു ലൈസൻസ് എടുക്കുന്നു ബാക്കിയുള്ളവരെ സഹായിക്കാൻ. ഇനിഷ്യലി ഫ്രണ്ട് സർക്കിളിലും കാര്യങ്ങളും ഒക്കെ സഹായിച്ചു. ദെൻ വെൻ തിങ്സ് ആർ ഓൾ വർക്കിംഗ് റിയലി വെൽ, നമ്മൾ വാങ്ങുന്നത് റൈറ്റ് ആയിട്ടുള്ള അസറ്റ്സ് നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്, അത് ഗ്രോ ചെയ്യുന്നുണ്ട്. ആ ഗ്രോത്ത് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് പിന്നെയും പ്രോപ്പർട്ടികൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിലോട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ that was a time then we set up this company and we started this like about 1.5 years back. So how do you market yourself? ഈ മലയാളികൾക്കിടയിലാണോ അതോ who is your primary client? So in primary clients are all mainly the so-called working professionals. ജോലി ചെയ്യുന്ന ആൾക്കാർ, ഫാമിലി. മലയാളികളാണോ? മിക്സ് ഓഫ് മലയാളീസ് ആൻഡ് നോൺ മലയാളീസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ബീയിങ് എ മലയാളി എനിക്ക് ഐ ഹാവ് ഒരു ബെറ്റർ കണക്ഷൻ ടുവേർഡ്സ് പീപ്പിൾ ഫ്രം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും നമുക്കുണ്ട്. പക്ഷേ ഇന്നത്തെ കറൻറ്റ് ഇതിൽ നമ്മുടെ ക്ലയൻറ്റിൽ 50% മലയാളീസ് ആൻഡ് 50% നോൺ മലയാളീസ്. ആൻഡ് ദേ വുഡ് ബി ഏർണിംഗ് സംവെയർ ബിറ്റ്വീൻ ഒരു $150,000 മേലെ ഫാമിലി ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മെയിൻ ക്ലയൻസ് ആയിട്ട് വരുന്നത്. ഒരു സിംഗിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ അല്ല നമ്മൾ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് വൺ ആഫ്റ്റർ അതർ, സോ ദാറ്റ് അത് അവർക്ക് എത്രയും കാലം അവർക്ക് വേണ്ടത്ര സമയം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഒരു
ഫാമിലിയുടെ കാര്യം പറയായിരുന്നു. ഒരു 48-year-old ആയിട്ടുള്ള ഒരാളെ ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. ഹി വാസ് ഓൾസോ സിറ്റിംഗ്, ഹി ആൻഡ് ഹിസ് വൈഫ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് ആൾ. ഹീ ഈസ് ബ്രിങ്ങിങ് ഇൻ അബൌട്ട് ഒരു $40,000 അയാൾക്ക് ബിസിനസ്സിൽ നിന്ന് ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്. വൈഫ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ഫ്രം എ സാലറി 10-15,000. അപ്പോൾ ഈ 50,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനുവലി ഓൾമോസ്റ്റ് എന്താ പറയുക 600,000 അവർക്ക് വീട്ടിൽ ക്യാഷ് ഫ്ലോ ആയിട്ട് വീട്ടിൽ വരുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. പക്ഷെ 48-ാം വയസ്സിൽ ആൾ റിയലൈസ് ചെയ്യുന്നത് വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ ഇൻ ഓസ്ട്രേലിയ എന്നാണ് റിയലൈസ് ചെയ്യുന്നത്. ഇത്രയും കാശ് വന്നിട്ടും, റൈറ്റ്? ഐ മീൻ ഹീസ് ഡൂയിങ് എ സക്സസ്ഫുൾ ബിസിനസ്. His wife is also working. Okay. കഴിഞ്ഞ 20 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ ജീവിച്ച ആളാണ്. Okay. They have a beautiful home, right? And they have a son, they have a dog. And ഇന്ന് അയാൾ റിയലൈസ് ചെയ്യുന്നത് എന്താണ് ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത്. കാരണം അയാൾക്ക് 10 മണിക്കൂർ അയാൾക്ക് ഈ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യണം, എങ്കിലേ ഈ ബിസിനസ് റൺ ചെയ്യുള്ളൂ. ഇയാൾ ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, they have not created anything for them. Okay. ഈ ഒരു ബിസിനസ് ഉണ്ട് എന്നല്ലാതെ the moment business stops they don't have anything else. അപ്പോൾ ആ ഒരു ഏജ് വരാൻ നേരത്ത് പല ആൾക്കാർക്കും ഒരു പേടി വരും. അതായത് എന്തെങ്കിലും ഞാൻ ബാക്കിലോട്ടാണോ? കാരണം അയാളുടെ ബാക്കിയുള്ള പിയേഴ്സിനെ നോക്കാൻ നേരത്തെ അയാളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനൊക്കെ 4 പ്രോപ്പർട്ടികൾ 5 പ്രോപ്പർട്ടികൾ. ഒരു കുട്ടിയുടെ സ്കൂളിംഗ് വരാൻ നേരത്തെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വരാൻ നേരത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വിൽക്കുന്നു, അതിൽ നിന്നുള്ള കാശ് ഉപയോഗിച്ചിട്ട് ഈ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെയുള്ള ഓസ്ട്രേലിയൻസ് ആർ മച്ച് മോർ സ്ട്രക്ചേർഡ് ഇൻ ദാറ്റ് വേ. ദേ നോ അവരുടെ ഫ്യൂച്ചർ കുറച്ചും കൂടി എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത്. അപ്പം ഹീ ഫീൽസ് ദാറ്റ് ഇയാൾ കുറച്ച് എന്താ പറയുക, അയാളുടെ പിയേഴ്സിനേക്കാൾ കുറച്ച് വർഷം ബാക്കിലോട്ടാണ്. അപ്പോൾ ആ റിയലൈസേഷനാണ് പലപ്പോഴും ആൾക്കാരെ ഓക്കെ ഗോൺ ആർ ദ പാസ്റ്റ്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇന്നും എനിക്ക് സമയം ബാക്കിയുണ്ട്. ഇഫ് ഐ സ്റ്റാർട്ട് ടുഡേ മേ ബി അനദർ 10 വർഷം കഴിയുമ്പോഴേക്കും ഹിസ് സിറ്റുവേഷൻ വുഡ് ചേഞ്ച്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലയൻസ് ആണ് നമ്മുടെ അടുത്തോട്ട് എന്താ പറയുക പലപ്പോഴും വരാറ്.